കർത്താവിൻ്റെ തിരുനാമം എന്ന രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഡിലേ ഒന്ന് ഒഴിവാക്കുമോ പ്ലീസ്. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൽ മഹത്വപ്പെടട്ടെ. മനോഹരമായ ഈ സായം സന്ധ്യയിൽ ദൈവസന്നിധാനത്തിൽ ഈ പൊതുസ്ഥലത്ത് വന്നു ചേരുവാൻ അവസരമുണ്ടായതിൽ ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ആത്മാർത്ഥമായിട്ട് ആരംഭത്തിൽ അഭിവാദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ പുളക്കോട്ടും അവരുകൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭാ പ്രവർത്തനം ആരംഭിക്കാൻ ഇത്രത്തോളം വളർച്ചയും സംവിധാനങ്ങളും ദൈവം തന്നതിൽ ഞാനും വ്യക്തിപരമായി സന്തോഷിക്കുന്നു. പാസ്റ്ററും ഞാനുമൊക്കെ ഒരേ നാട്ടുകാരാണെന്നതിൽ എനിക്ക് സന്തോഷം. ഈ സഭയിൽ തന്നെയുള്ള ദൈവമക്കൾ റേമ പ്രയർ ചർച്ച് അല്ലേ, റേമ പ്രയർ ചർച്ച് തന്നെയുള്ള സഹോദരി സഹോദരന്മാരാണ് ഇവിടെ പാടുകയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുകയും ചെയ്യുന്നത് എന്നതിൽ ഒത്തിരി സന്തോഷിക്കുകയും അവരെയും ദൈവസഭയെയും ഞാൻ തിരുനാമത്തിൽ അനുമോദിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ ഗായകനും ഗാന രചയിതാവും കൂടിയാണല്ലോ. അദ്ദേഹമാണ് ഇവിടെ ഏറ്റവും അധികം പാടിയതെന്ന് ഞാൻ ഓർക്കുന്നു. സന്തോഷം. ആകെ ഒരു സങ്കടമേ ഉള്ളൂ, ഇതെല്ലാം പാസ്റ്റർ തന്നെ ചെയ്യണമല്ലോ എന്നതിൽ. അദ്ദേഹം പാടണം, വർഷിപ്പ് ലീഡ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, അധ്യക്ഷനാവണം. അങ്ങനെ ഒരുപാട് ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ന് രാത്രി തനിക്കുണ്ട് ശുശ്രൂഷയിൽ. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി വന്നുചേർന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു. സ്വല്പം അകലം മാറി ഞങ്ങളെ കേൾക്കാൻ കഴിയുന്നവർക്കും വിശേഷാൽ വന്ദനം. നല്ലൊരു സ്ഥലമാണിത് എനിക്ക് തോന്നുന്നു, വളരെ നല്ലൊരു സ്ഥലമാണ്. ആളുകൾക്ക് വരാനും ഇരിക്കാനും ഒക്കെയുള്ള നല്ല സംവിധാനമുണ്ട്. ഈ സംവിധാനം തന്ന അതിൻ്റെ ഉടമസ്ഥരെയും ഞാൻ വിശേഷാൽ നന്ദിയോടെ പരാമർശിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ക്രമീകരണം ചെയ്തല്ലോ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പ്രധാനമായിട്ട് എനിക്ക് ഉള്ള നിയോഗം എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം, എബ്രായ ലേഖനം ആരെഴുതി എന്നത് സംബന്ധിച്ച് 100% കൃത്യത വേദശാസ്ത്രപരമായിട്ടില്ല. നമുക്കത് ഇന്ന് രാത്രി ബാധകമല്ല. എങ്കിലും അടിസ്ഥാനപരമായിട്ട് 6 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലനാവണം ഇതിൻ്റെ എഴുത്തുകാരനെന്ന് പൊതുവെ ധരിച്ചിരിക്കുന്നു. അത് വെറുതെ അല്ല, ആ നിലയ്ക്കുള്ള കുറേ അധികം എവിഡൻസസ് പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നില്ല. എൻ്റെ മാന്യ കേൾവിക്കാരോട് ഈ പുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലുള്ള യേശുക്രിസ്തുവിന് ചില വെളിപ്പാടുകളാണ് ഇന്ന് എനിക്ക് വിളിച്ചു പറയാൻ നിയോഗമുള്ളത്. അതിനു മുമ്പ് ഒരു ആമുഖം എനിക്ക് പറയണത് മറ്റൊന്നുമല്ല. എബ്രായ ലേഖനം എബ്രായ ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ കണ്ട് പൊതുവെ എഴുതിയ ലേഖനമാണ്. നിങ്ങൾ മറ്റ് ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ടിൽ ശീർഷകത്തിൽ ആർക്കെഴുതി എന്ന് വായിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ഊഹമുണ്ടല്ലോ, ഇല്ല പിന്നെ മറിച്ച് നോക്കിയാൽ കാണാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ പറയുമ്പോൾ അതത് സഭകളിലുള്ള ദൈവമക്കളെ അധികരിച്ചാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇത് ഒരു പ്രദേശത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചല്ല, മറിച്ച് നാനാദിക്കിൽ ചിതറിപ്പാർക്കുന്ന എബ്രായ പാരമ്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് ദേവദാസൻ ലേഖനം എഴുതുകയാണ്. അപ്പോൾ ലോക്കൽ ചർച്ചല്ല ഇവിടുത്തെ റീഡേഴ്സ്, ഈ ലേഖനത്തിൻ്റെ വായനക്കാർ ഒരു പ്രാദേശിക സഭയിൽപ്പെട്ടവരല്ല, മറിച്ച് യഹൂദ വിഭാഗത്തിലെ ഏറ്റവും പ്രധാന പാരമ്പര്യവാദികളായ എബ്രായ കുലത്തിൽ, എബ്രായ പൈതൃകത്തിൽ ജനിച്ച കുറേ അധികം നിയമാവലികൾ ഉണ്ടായിരുന്നു. ഭക്ഷണ നിയമം മുതൽ ആരാധനാ നിയമം വരെയുള്ള വ്യത്യസ്തമായ കുറേ നിയമബന്ധനങ്ങൾ ഉണ്ടായിരുന്ന, അബ്രഹാമിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അഭിമാനിച്ചിരുന്ന, മോശയും യോശുവയും പ്രധാന ആൾക്കാരെന്ന് പറഞ്ഞിരുന്ന, വിട്ടിറങ്ങി ആരാധിക്കാൻ മുന്നോട്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പഴയ ബന്ധനത്തിൻ്റെ ഒരു പിടി അല്ലെങ്കിൽ ഒരു സ്വാധീനമുണ്ടായിരുന്ന കുറേ ആൾക്കാരെ ആത്മാവിൽ കണ്ടിട്ട് അവരെ കൃപയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടെ എഴുതിയ
ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിനകത്ത് അതുകൊണ്ട് പ്രധാനമായി പറയുന്ന 3 കാര്യങ്ങളാണ്. അതൊന്ന് ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ പുസ്തകത്തിൻ്റെ ആകത്തുക. 1-ാം അധ്യായം നിങ്ങൾ സമയം പോലെ വായിച്ചാൽ അതിനകത്ത് 8 ഉദ്ധരണികളുണ്ട്. ആ ഉദ്ധരണികൾ പഴയ നിയമ ഉദ്ധരണികളാണ്. അതൊക്കെ വായിക്കുമ്പോൾ ആർക്കും മുൻകാലത്ത് മനസ്സിലായിരുന്നില്ല. പക്ഷേ ദൈവദാസൻ അത് പറയുന്നു, ആ വചനമെല്ലാം മറ്റാരെയും കുറിച്ച് പറഞ്ഞതല്ല, യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ തെളിയിച്ചു വരികയാണ് ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ. പ്രധാനപ്പെട്ട 3 വീക്ഷണങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് ഈ ലേഖനത്തിൻ്റെ അകത്തുണ്ടെന്ന് കേൾവിക്കാർ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 1, യേശുക്രിസ്തു എല്ലാ പിതാക്കന്മാരെക്കാൾ ഉന്നതനാണ്. 2, ക്രിസ്തു സമസ്ത ഗുരുക്കന്മാരെക്കാൾ ഉയർന്നവനാണ്. 3, യേശുക്രിസ്തു എല്ലാ ദേവാലയത്തെക്കാളും ഉന്നതനാണ്. ഇന്ന് രാത്രി എനിക്ക് ആ ദൂതാണ് ആമുഖമായി പറയാൻ താല്പര്യം. ഒരുപാടിടത്ത് ക്രൈസ്തവർക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഭീഷണിയായി മാറിയിരിക്കുന്നത് പാസ്റ്റർ പോളിൻ്റെ സഭയിലോ പരിസരത്തുള്ള മറ്റ് പെന്തക്കോസ്ത് സഭകളിലോ വേർപെട്ട ആത്മീയ സംഘങ്ങളിലോ ആരാധിക്കാൻ മുന്നോട്ട് വരാതിരിക്കുമാറ് ഒരു പ്രധാന പോരാട്ടമാവുന്നത് പിതാക്കന്മാരാണ്. ജന്മം കൊണ്ട് പിതാക്കന്മാരായവർ, കർമ്മം കൊണ്ട് പിതാക്കന്മാരായി മാറിയവർ, ബഹുമാനം കൊണ്ട് പിതാവെ അപ്പച്ച എന്ന് കേൾക്കുന്നത് ഇഷ്ടമായവർ, സമൂഹം മാനിക്കുന്ന പൈതൃകത്തിൻ്റെ ഉടമസ്ഥരായ കുറേ പേര് ആരാധന വെളിപ്പാട് കിട്ടിയവരെ പുറത്തോട്ട് മാറാൻ വിടാതെ, സത്യാരാധനയ്ക്ക് ഇറങ്ങിപ്പോകാൻ സമ്മതിക്കാതെ ബന്ധനത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പുസ്തകത്തിനകത്ത് പറയുന്ന ദൂത് പലരും കേൾക്കാൻ ഇന്ന് രാത്രി ഞാൻ ആമുഖത്തിൽ പറയുന്നു. അബ്രഹാം പിതാവ് ബഹുമാന്യനാണ്, യോശുവ ആദരിക്കപ്പെടേണ്ട ആളാണ്, മോശയെ നമുക്ക് സല്യൂട്ട് ചെയ്യാം, പിതാക്കന്മാരോട് സന്തോഷം കാണിക്കാം. പക്ഷെ പിതാക്കന്മാരാരും നമ്മുടെ വെളിപ്പാടുകളെ തടയാൻ സമ്മതിക്കരുത്. പിതാക്കന്മാരെക്കാൾ ഉന്നതൻ എൻ്റെ ആരാധനായ ക്രിസ്തുവാണ്. കാര്യമൊരു എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഇത്രയും പേര് വന്ന് ശക്തമായ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ആത്മാവിൽ സ്റ്റെപ്പെടുത്തപ്പോൾ, വിശ്വാസ വെളിപ്പാട് കർത്താവ് തന്നപ്പോൾ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന്, ഇനിമേൽ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നോട്ട് പോകണമെന്ന്, വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്ന്, വേർപാടിന് വില കൊടുക്കണമെന്ന് ദൈവാത്മാവ് സംസാരിച്ചിട്ട് പിതാക്കന്മാരെ ഭയപ്പെട്ട്, അത് വീട്ടിലെ പിതാവാകട്ടെ നാട്ടിലെ പിതാവാകട്ടെ, ആരാധിക്കാൻ നിങ്ങളെ തടയുന്ന പിതാക്കന്മാരാരുമായിരിക്കട്ടെ, അവരല്ല ഇന്ന് രാത്രി പ്രധാനി. ആരാധ്യനായ ക്രിസ്തുവാണ്. ലോകത്തിലെ സകല പിതാക്കന്മാരെക്കാൾ ഇന്ന് രാത്രി യേശു ആരാധനയ്ക്ക്, സ്തുതിക്ക്, ബഹുമാനത്തിന് യോഗ്യനെന്ന് ഉറപ്പുള്ള എല്ലാവരും കരങ്ങളെ ഉറക്കെ അടിക്കും. ശക്തമായി കരം പിടിച്ച് രാത്രി ദൈവത്തെ ഒന്ന് ഉറക്കെ ആരാധിക്കട്ടെ. ശക്തമായി കർത്താവിനെ ആരാധിക്കട്ടെ. ആമേൻ. യേശു എല്ലാ പിതാക്കന്മാരെക്കാൾ ഉന്നതനാണ്. എൻ്റെ പൈതൃകം റോമൻ കത്തോലിക്ക പൈതൃകമാണ്. ആ പള്ളിയും ആളുകളൊക്കെ പരിസരത്തുണ്ടാവാം. ഞങ്ങളുടെ പിതാക്കന്മാരിൽ ഭൂരിപക്ഷം ഇപ്പോൾ ആ പള്ളിയിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരു കുടുംബം മാത്രമേ ദൈവത്തിൻ്റെ വചനം വായിച്ച് രക്ഷിക്കപ്പെട്ട് സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ പുറത്തോട്ട് വന്നിട്ടുള്ളൂ. അവിടെ എനിക്ക് ആ കാര്യം നന്നായിട്ട് അറിയാം. ഇന്നും സത്യം അറിയാവുന്ന ഒരുപാട് പേര് കുടുംബങ്ങളുണ്ട്. പക്ഷെ അവരെ ശത്രു ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. അവരെ പിതാക്കന്മാരും തടയും, പള്ളിയിലച്ചന്മാരും തടയും. പിന്നെ പിതാവ് എന്ന് ഞങ്ങളുടെ പഴയ സഭ വിളിക്കുന്ന കുറേ കക്ഷികളുണ്ടല്ലോ, അവരും തടയുന്നുണ്ട്. ഓരോയിടത്തും ഓരോ പിതാക്കന്മാരെ വെച്ച് വാഴിച്ചിട്ടുണ്ട്. സത്യമനുസരിച്ച് മുന്നോട്ടിറങ്ങാൻ കഴിയാതെ വണ്ണം അവർ അന്നത്തെ പോലെ ഇന്നും ഒരു ബന്ധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മ ശക്തി ഈ ദേശത്ത് വ്യാപരിച്ചിട്ട് അവൻ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ സമസ്ത പോരാട്ടങ്ങളും തകർന്ന് സത്യത്തിൻ്റെ വെളിപ്പാട് കിട്ടിയ ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ ശക്തമായി രംഗത്ത് വന്നേ മതിയാകൂ. അതിനായിട്ട് സഭ പ്രാർത്ഥിക്ക്, കേൾവിക്കാരെ സമർപ്പിക്ക്. ഇന്ന് രാത്രി ദൈവാത്മാവ് പിതാക്കന്മാരുടെ ബന്ധനങ്ങളെ
അറുത്തു മാറ്റാൻ പോകുക. സത്യത്തിനായി രംഗത്ത് വരുവാൻ കുറെ പേരെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Glory to God. ഈ പുസ്തകത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദൂത് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അതുല്യതയെക്കുറിച്ച്. രണ്ടാമത്തെ ദൂത്, യേശു ക്രിസ്തു ആചാര്യന്മാരെക്കാൾ ഗുരുക്കന്മാരെക്കാൾ വലിയവനാണ്. എല്ലാ ദേശത്തും ഇന്ന് അതിൻ്റെ ബന്ധനമുണ്ട്. പഠിപ്പിക്കേണ്ട തെറ്റുകൾ ദൈവമക്കൾ, ദൈവദാസും പാസ്റ്റർ പോളോ അതുപോലുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഭവനങ്ങൾക്കകത്ത് പോയി ബൈബിൾ വെച്ച് സത്യ ദൈവവിശ്വാസം മറ്റ് കിതാബുകളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഉപയോഗിച്ചല്ല, പാരമ്പര്യത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വെച്ചല്ല, കൽപ്പനകളും പൂളാകളും പള്ളിയിലെ തീട്ടൂരങ്ങളും പ്രമാണിച്ചല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ വെളിപ്പാടുകൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുമ്പോൾ ആ നാട്ടിലെ ചില ഗുരുക്കന്മാരും മാടമ്പിമാരും നേതാക്കന്മാരും മതത്തിന്റെ വക്താക്കളും അന്നെന്ന പോലെ ഇന്നും ദൈവമക്കളെ സത്യം അറിയാവുന്ന തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടം ഇന്നും ശക്തമാണ്. ഞങ്ങളൊക്കെ സുവിശേഷം പറഞ്ഞോട് മാറുന്ന മുറയ്ക്കാണ് അത്തരം കക്ഷികൾ കയറി വരിക. എന്നിട്ട് പറയും അവർ പറഞ്ഞ് കേൾക്കരുത്, അവർ പാഷാണ ഉപദേശകരാണ്, അട്ടിമറിക്കാരാണ്, ദുരുപദേശകരാണ്, അവർ നമ്മുടെ സഭയെ തകർക്കാൻ വന്നതാണ്. ഇങ്ങനെ ഒരുപാട് വ്യാജങ്ങൾ പറഞ്ഞിട്ട് ദൈവദാസന്മാരെ വീട്ടിൽ കേട്ടാത്ത വ്യവസ്ഥിതി പലയിടത്തും ഉണ്ട്. ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ ചലഞ്ച് ചെയ്യുന്നത് വ്യക്തികളെ അല്ല, സമൂഹത്തെ അല്ല, ആമേൻ, വചനത്തിന്റെ വെളിപ്പാടുകൾ വിളിച്ചിട്ട് ഇന്ന് രാത്രി പറയുന്നു, ആചാര്യന്മാരെക്കാൾ ഉയർന്നവൻ എൻ്റെ ആരാധനായ ക്രിസ്തുവാണ്. ഇന്ത്യൻ പൈതൃകത്തിൽ സ്വാമി വിവേകാനന്ദ സ്വാമികളോ ശ്രീരാമകൃഷ്ണ പരമഹംസരോ നാം ആദരിക്കുന്ന കവയത്രി സരോജിനി നായിഡുവോ സാക്ഷാൽ നമ്മുടെ മഹാത്മജിയോ ഒട്ടനവധി ആൾ ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളായി യൂണിവേഴ്സിറ്റിയിലും കോളേജിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. നാടകം കളിക്കുമ്പോൾ, കഥ എഴുതുമ്പോൾ, നോവൽ ചമയ്ക്കുമ്പോൾ, സിനിമ പിടിക്കുമ്പോൾ യേശുവിൻ്റെ കുറേ ഗുണഗണങ്ങൾ അവർ വാഴ്ത്തി എഴുതി വയ്ക്കാറുണ്ട്. പക്ഷേ അവരാരും പറഞ്ഞ ക്രിസ്തുവല്ല എൻ്റെ ആരാധനായ ക്രിസ്തു. ആമേൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും കളിമണ്ണിൻ്റെ പല രൂപങ്ങളിലും സ്വർണത്തിലും വെള്ളിയിലും ശേഖരെ മറ്റ് ലോഹക്കൂട്ടുകളിലും പലയിടത്ത് സൃഷ്ടിക്കപ്പെട്ട് പലയിടത്തും പല കണ്ണാടിക്കൂട്ടിനകത്തിരിക്കുന്ന ക്രിസ്തു അല്ല എൻ്റെ ആരാധനായ ക്രിസ്തു. ആമേൻ, ആമേൻ. നേർച്ചക്കൊതിയനായി കാഴ്ചക്കൊതിയനായി കൊണ്ടുവാ എന്ന് കൽപ്പിക്കുന്ന പണം കൊതിച്ച ഒരുവനല്ല എൻ്റെ ആരാധനായ ക്രിസ്തു. പാഠപുസ്തകത്തിൻ്റെ, സിനിമയുടെ, നാടകത്തിൻ്റെ, കസാന്തസാക്കീസിൻ്റെ, P.A. ആന്റണിയുടെ, വാര്യരുടെ നടനത്തിനും ചിത്രത്തിനും ഹേതുവാകുന്ന ഒരുവനല്ല എൻ്റെ ക്രിസ്തു. ഡാവിഞ്ചിയോ മൈക്കൽ ആഞ്ചലയോ റാഫേലോ വരച്ചതുപോലെ ചായക്കൂട്ട് കലർത്തി മോടി പിടിപ്പിച്ചതുപോലെ സുന്ദരക്കുട്ടപ്പനായി താടിയും കൊടുത്ത് വട്ടത്തിൽ ഗോളാകൃതിയിൽ ഒരു വെളിച്ചവും പേറി എല്ലാവരെയും സ്വാധീനിക്കാൻ അനുഗ്രഹിക്കാൻ കയ്യും പിരിച്ചു നിൽക്കുന്ന ഒരുവനല്ല നമ്മുടെ ആരാധനായ ക്രിസ്തു. കരമുറിച്ച് എല്ലാവരും ദൈവത്തെ ഉറക്കെ സ്തുതിച്ചാട്ട്. ആമേൻ. അതല്ല ക്രിസ്തു. മതവും സഭയും വരച്ച് കാട്ടുന്നവനല്ല ക്രിസ്തു. ലോകത്തിന്റെ ഗ്രന്ഥങ്ങളും കിതാബുകളും വാഴ്ത്തുന്നവനല്ല എൻ്റെ ക്രിസ്തു. ഇന്ന് രാത്രി ലോകത്തിലെ ഏതെങ്കിലും നേതാവിനോട് തോളോട് തോള് ചേർത്ത് വയ്ക്കത്തക്ക പൊക്കക്കുറവുള്ളവനല്ല എൻ്റെ ആരാധനായ ക്രിസ്തു. മറ്റേതെങ്കിലും ഗുരുവിനെ പോലെ ഒരു നേതാവിനെ പോലെ ഉള്ളവനല്ല ക്രിസ്തു. എൻ്റെ ക്രിസ്തു അതുല്യനാണ്. അവനെ പോലെ ആരുമില്ല. എൻ്റെ യേശുവിനെ പോലെ ആരുമില്ല. യേശുവിനെ പോലെ ഇന്ന് രാത്രി ആരാധനയ്ക്ക്, സ്തുതിക്ക്, ബഹുമാനത്തിന് യോഗ്യനായ മറ്റാരുമില്ല എന്ന് ഉറപ്പുള്ള എല്ലാവരും മടിക്കാതെ കരമൂർത്തി ഉറക്കെ സ്തുതിച്ച് ആരാധിക്കട്ടെ. നല്ല സ്ഥലമാണ്, പക്ഷെ ആൾക്കാർക്ക് ശബ്ദം കുറവാണ്. ഭാഷ പോളൊക്കെ പാടുന്ന പോലെ നമുക്ക് ശബ്ദം എടുത്ത് പാടിക്കൂടെ? എനിക്ക് ഈ ആഴ്ച എല്ലാ ദിവസവും കൺവെൻഷനുണ്ട്. ഞങ്ങൾ വന്നത് ഒത്തിരി ദൂരം നിങ്ങൾക്കറിയാമല്ലോ, 115 കിലോമീറ്റർ മറ്റുണ്ട്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര സമയമാവും നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ? പക്ഷേ എന്നും പറഞ്ഞ് ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കേണ്ടത്.
എൻ്റെ ഭാര്യ കൂടെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാനാ ഓടിക്കുക. ഞാൻ പറഞ്ഞത് ക്ഷീണം നോക്കി, രോഗം നോക്കി, വീട്ടിൽ എപ്പോൾ എത്തിയേക്കുമെന്ന് നോക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഖമായ കസേരയിരിക്കുന്നവരെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഇന്ന് ശരീരത്തിൽ സൗഖ്യമുണ്ടെങ്കിൽ, ഇന്ന് നിൻ്റെ കൈകൾ ചലിക്കുമെങ്കിൽ, കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ, ആധരം തുറക്കാമെങ്കിൽ, നാവ് ഉയർത്താമെങ്കിൽ, ഇന്ന് രാത്രി വേണം എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ. കരങ്ങളെ നന്നായി ചേർത്തടിച്ച് ഈ രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആരോഗ്യം കൊടുത്ത്, ശക്തി കൊടുത്ത്, ശബ്ദം കൊടുത്ത് ഇന്ന് രാത്രി എല്ലാവരും മടിക്കാതെ കർത്താവിനെ ആരാധിക്കട്ടെ. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതിക്ക് യോഗ്യനാണ്. ഒരു പള്ളിക്കകത്ത് ഒതുങ്ങുന്ന ആളല്ല എൻ്റെ ക്രിസ്തു. ഒരു രൂപക്കൂടിന്റെ കണ്ണാടിക്കകത്ത് മരുന്നവനല്ല ക്രിസ്തു. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ തൻ്റെ ജനത്തിന്റെ മധ്യത്തിൽ യേശു വന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള നിങ്ങളുടെ അടുത്ത് യേശു നിൽപ്പുണ്ട്, നിങ്ങളുടെ അടുത്ത് യേശുവുണ്ട്. അവൻ കരം നീട്ടി അവനെ പിടിക്കാൻ, ഈ രാത്രി കരം നീട്ടി യേശുവിനെ തൊടാൻ ആർക്ക് താല്പര്യമുണ്ട് അവരങ്ങനെ സാന്നിധ്യം പറഞ്ഞ് ശക്തമായി കർത്താവിനെ ആരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ശരാശരിക്കാരനല്ല. സൗകര്യത്തിന് കണ്ടതുകൊണ്ട് ആരാധിക്കാൻ പുറപ്പെട്ടവരെ അല്ല ദൈവത്തിന് വേണ്ടിയത്. അപ്പൂപ്പൻ പറഞ്ഞു, അണ്ണൻ പറഞ്ഞു, ചേച്ചി അങ്ങോട്ട് പോയി, എന്നാൽ ഞാനും പോയി കളയാം എന്ന് പറയുന്നവരല്ല കർത്താവിന് ആവശ്യം. ആമേൻ. വീട്ടിലെല്ലാവരും പോവാണ്, ഞാനും സ്ഥാനപ്പെടാം എന്ന് പറയുന്നവരെ ദൈവസഭയ്ക്ക് വേണ്ട. ഇന്ന് രാത്രി കർത്താവിന് ആവശ്യം മുഴുവൻ ലോകവും വെറുത്താലും യേശുവിനെ സ്നേഹിക്കുന്നവരെയാണ്. ബന്ധുക്കളെല്ലാം കളിയാക്കിയാലും ഈ ബൈബിൾ നെഞ്ചോട് അമർത്തി ഇവിടെ നടക്കാൻ കരുത്തുള്ളവരെ കർത്താവിന് ആവശ്യം. ആമേൻ. അവൻ സ്വന്തം ഭർത്താവോ മക്കളോ കളിയാക്കിയാലും എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കും എന്ന് പറഞ്ഞ കുറേ പേർ ഇന്ന് രാത്രി കർത്താവിന് ആവശ്യമുണ്ട്. അവർക്കായി കർത്താവ് കാത്തിരിക്കുകയാണ്. അവർക്ക് ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. അവർക്ക് യേശുവിനെ പോലെ ആരുമില്ല. അവർക്ക് യേശുവിനെ പോലെ മറ്റൊരു ഗുരുവില്ല, മറ്റൊരു ആചാര്യനില്ല, മറ്റൊരു നേതാവില്ല. അതുകൊണ്ട് അവർ യേശുവിനെ മാത്രം ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ പുസ്തകത്തിനകത്ത്, എബ്രായ ലേഖനത്തിനകത്ത് ഉള്ളത് മക്കളെ, ഇത് വെള്ളമാണ്. കാണുമ്പോൾ എല്ലാവർക്കും ഹോർലിക്സ് ആണെന്ന് തോന്നുകയും ചില ചൂടായിട്ടിരിക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയം ലാഭിക്കാൻ വേണ്ടി ഒരു പൈപ്പ് വെച്ച് കുടിക്കുന്നു. ഓൾ റൈറ്റ്. ഏത് മറിഞ്ഞ് വീഴുന്നുണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല. മൂന്നാമത്തെ പ്രത്യേകത ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് നോക്കൂ. ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പുസ്തകം മുഴുവൻ പറയുന്നത്. മൂന്നാമത്തത്, ദേവാലയത്തെക്കാൾ ഉയർന്നവനാണ് ആരാധനായ ക്രിസ്തു. നിങ്ങൾക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ക്രൈസ്തവതയുടെ പ്രധാനപ്പെട്ട ഒരു ബന്ധനം ദേവാലയമാണ്. പക്ഷേ പോളിൻ്റെ വാടക കെട്ടുമല്ലേ സ്വന്തമായി പോളെ? ഗുഡ്. വെച്ചാലും പാസ്റ്റർ വെച്ച ഹോളിൽ ഞാൻ പോയിട്ടില്ല. നല്ല ഉറപ്പുണ്ട് അത്ര വലിയ ഹോളൊന്നും ആയിരിക്കത്തില്ല. എത്ര പേർക്ക് ഇരിക്കാം പാസ്റ്റർ? ആട്ടെ, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മറ്റു പല പള്ളികളുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മുടെ ദേവാലയം ഒന്നും വലിയ വലിപ്പം ഇല്ല. ഇവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലുത് ആ പാറശാല ബോർഡറിൽ നമ്മുടെ പാസ്റ്റർ പീറ്ററിൻ്റെ ആയിരിക്കും ഉള്ളതിൽ ഇച്ചിരി വലിപ്പം. പക്ഷേ അതൊക്കെ വലിയ പള്ളിയുടെ മുന്നേ വരുമ്പോൾ ചെറുതാ. നമുക്ക് പള്ളി വെച്ചൊന്നും ആളുകളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതിനുള്ള കരുത്തൊന്നും നമുക്കില്ല, അല്ലേ? പാസ്റ്റർക്ക് പോൾക്ക് കർത്താവ് ഒരു നല്ല ഹോള് കൊടുത്തിരിക്കുന്നു, വിച്ച് ഈസ് ഗുഡ്. ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരുപാട് കെട്ടിടങ്ങൾ വാടക കെട്ടിടങ്ങളാണ്. ഞാൻ 10 കൊല്ലം സഭകളിൽ ഇരുന്നിട്ടുണ്ട്. ആ എല്ലാ സ്ഥലങ്ങളിലും തന്നെ വാടക മുറികൾക്കകത്താണ് കൊച്ചു സംവിധാനങ്ങൾ. ഇന്നിപ്പോൾ ഒത്തിരി പേർക്ക് പ്രശ്നം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ അപ്പന്മാർ കല്ല് ചുമന്ന് പണിതാണ്, അപ്പൂപ്പൻ പൈസ കൊടുത്തതാണ്, വസ്തു ഞങ്ങളുടെ കുടുംബക്കാർ കൊടുത്തതാണ്, ഞങ്ങളുടെ അച്ഛനെ അവിടെ സെമിത്തേരിൽ അടക്കിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് പോരാട്ടം. വെളിപ്പാടല്ല, യേശുവിനെക്കുറിച്ച് അറിവല്ല, പാപക്ഷമയല്ല, ശവക്കോട്ടയും സെമിത്തേരിയും ആലയത്തിൻ്റെ വലിപ്പവും ഇന്ന് ഒരുപാട് പേർക്ക് ഒരു ബന്ധനമായി മാറിയിരിക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കർത്താവിൻ്റെ വെളിപ്പാട് കിട്ടിയവർ
വീട്ടിനകത്ത് പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ രോഗസൗഖ്യം കിട്ടിയവർ, പിള്ളേർ പെടഞ്ഞപ്പോൾ ഉപദേശി ഓടി വരണേന്ന് പറഞ്ഞപ്പോൾ ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ച് അന്നേരം കർത്താവ് സൗഖ്യം കൊടുത്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചവർ. ആമേൻ, ആമേൻ. പയ്യന്മാർക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ദേവദാസന്മാർ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, പള്ളിയിൽ ഉപവാസം വെച്ച് പ്രാർത്ഥിച്ചു, ഒരു നല്ല തൊഴിൽ ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ. ആമേൻ. അഡ്മിഷന് വേണ്ടി കരഞ്ഞു, ദൈവം അഡ്മിഷൻ മേടിച്ചു കൊടുത്തവർ. ആമേൻ. സത്യമറിയാവുന്ന ഒരുപാട് പേര്, ദൈവം ഇടപെട്ടവർ, ദൈവം സംസാരിച്ചവർ. ആമേൻ. ദൈവത്തിന് വെളിപ്പാട് കിട്ടിയവര്, കുടുംബത്തിൽ ദൈവപ്രവൃത്തി കണ്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് പള്ളിയാണോ വലുത്, ദേവാലയത്തിന്റെ വലിപ്പമാണോ പ്രധാനം, അവിടുത്തെ ആടയാഭരണങ്ങളാണോ, അവിടുത്തെ വേഷഭൂഷാദികളാണോ, അവിടുത്തെ ദീപസ്തംഭങ്ങളാണോ, അവിടുത്തെ ശീതീകരണ സംവിധാനമാണോ, അവിടുത്തെ ആചാര്യന്മാരുടെ സ്ഥാനമാനങ്ങളാണോ? ആ പാടില്ല. ഇന്ന് രാത്രി അവരെക്കാൾ എൻ്റെ യേശു ഉന്നതനാണ്. കരമൂർത്തി എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക, എല്ലാവരും ശക്തമായ ദൈവത്തെ സ്തുതിക്കുക. അവരെക്കാൾ ഉന്നതൻ എൻ്റെ ആരാധനായ ക്രിസ്തുവാണ്. യേശുവിനെ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ സ്തുതിക്ക്, ബഹുമാനത്തിന്, ആരാധനയ്ക്ക്, പുകഴ്ചയ്ക്ക് യോഗ്യനായ മറ്റാരുമില്ല. യേശുവിനെ ആരാധിക്കാൻ വെളിപ്പാട് കിട്ടിയവർ ശക്തമായി പുറപ്പെടട്ടെ, വ്യക്തമായി വേർപെടട്ടെ, ആരാധനയ്ക്കായി ഇറങ്ങി വരട്ടെ, പോരാട്ടങ്ങളുടെ ജയമെടുക്കട്ടെ. ശത്രുവിന്റെ പോരാട്ടങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ അനിച്ച് ആരാധിക്കാൻ പുറത്തോട്ട് വരുവാൻ ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുക. ആമേൻ. സത്യം അറിയാവുന്നവര് പിന്നെ ആർക്കു വേണ്ടി കാത്തിരിക്കരുത്. ആദിമസഭ നിങ്ങൾക്കറിയാലോ, അപ്പോസ്തലിക സഭ. ഹെരോദാവ് എന്ന മഹാരാജാവ് പതിറ്റാണ്ടുകൾ കൊണ്ട് പണിത വമ്പൻ ദേവാലയം. ശിഷ്യന്മാർ പോലും അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടു, അല്ലേ? നിങ്ങൾ ആ ഭാഗം ഓർക്കുന്നുണ്ടോ? ഗുരുവിനോട് പറയും, യേശുവിനോട്, എത്ര നല്ല പണിയാണ് എന്നൊക്കെ പറയുകയാണ് കർത്താവിനോട്. അപ്പോൾ എല്ലാവരും അഭിമാനിച്ച ഒരു നിർമ്മിതിയായിരുന്നു യെരൂശലേം ദേവാലയം. പക്ഷെ കർത്താവിന് വെളിപ്പാട് കിട്ടിയപ്പോൾ അവരെല്ലാവരും പുറത്തിറങ്ങി വന്നു. എന്നിട്ട് അവർ കൊച്ചു കൊച്ചു മുറിക്കകത്ത് ദൈവത്തെ ആരാധിച്ചു. ആർക്ക് പറയാം? കുഞ്ഞുങ്ങൾക്ക് ആർക്ക് പറയാം? ആദിമ ദൈവമക്കൾ ആത്മസ്നാനം പ്രാപിച്ച് എവിടെ വെച്ചാണ്? പറയൂ. പാടിയ മാത്രം പോരാ. ആദിമ സഭയിലെ ആദ്യ 120 പേര് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ആരംഭിച്ച് എവിടെയാണ്? ഗുഡ്, മാളിക മുറിയിലാണ്. അപ്പർ റൂം. മാളിക മുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ, 2ാം നില. ഓക്കെ, 2ാം നിലയ്ക്കാണ് മാളിക മുറി എന്ന് പറയാം. അങ്ങനെ മാളിക മുറിയിലാണ് അവർ കൂടി വന്നത്, പള്ളിയിലല്ല. നോക്കൂ, അപ്പോൾ വെളിപ്പാട് കിട്ടിയവരെല്ലാം കർത്താവിനെ ആരാധിക്കും, ശക്തമായി രംഗത്ത് വരും, വേർപെട്ട് പുറത്തു വരും. ഇന്ന് രാത്രി പലരോടും ഞാൻ ദൈവാത്മാവിൽ ദൂത് വിളിച്ച് പറയാം. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, സത്യം അറിയാവുന്നവർ, വചനം അറിയാവുന്നവർ, വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ പോലും പള്ളിബന്ധങ്ങൾ വിടാൻ വിഷമിച്ച്, പലരെയും ഭയപ്പെട്ട്, പലതിനെയും ഭയപ്പെട്ട് ഇന്നും പോരാട്ടമധ്യേ തളയ്ക്കപ്പെട്ടിരിക്കെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവാണ് 1ാം സ്ഥാനത്തെങ്കിൽ യേശുവിനെ ആരാധിക്കാൻ പുറപ്പെടണം. കരമൂർത്തി ഒത്തിരി സമർപ്പിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ രംഗത്ത് വരുവാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുക. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് എന്ന് ആമുഖത്തിൽ പറഞ്ഞിട്ട്, ഈ പുസ്തകത്തിനകത്തുള്ള ക്രിസ്തുവിൻ്റെ ചില വെളിപ്പാടുകൾ മാത്രം ഞാൻ ഇന്ന് വിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ബൈബിൾ വായിക്കാൻ സൗകര്യമുണ്ടോ ആർക്കെങ്കിലും? മൈക്ക് കൊടുക്കുമാനെ. നന്നായി വായിക്കണം. ശരി. ആദ്യം നമ്മൾ വായിക്കുന്ന വചനം 9 എബ്രായ ലേഖനമാണ് നമ്മൾ സംസാരിക്കുക. എബ്രായർ 9:26 വായിക്കൂ. എബ്രായർ 9:26 വേദം വായിക്കും. മൈക്ക് ഓൺ ആവട്ടെ. മോനെ കൊടുക്കും, മൈക്ക് കൂടെ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ
ഒരിക്കൽ പ്രത്യക്ഷനായി. മതി, നോക്കുക ആ വാക്യം. ക്രിസ്തു എന്തിന് ലോകത്തിലേക്ക് വന്നു? ക്രിസ്തു ആര്? യേശു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയവനാണ്. കരപൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, ശ്രീ ബുദ്ധൻ, വർത്തമാന മഹാവീരൻ, അതുപോലെ ഉള്ള ഒരുപാട് പേര്, ഗുരു നാനാക്ക്, ലാവോട്സെ, കൺഫ്യൂഷ്യസ്, ഇങ്ങനെ അക്കമിട്ട് എണ്ണം പറയാവുന്ന ഒരുപാട് മഹാഗുരുക്കന്മാർ കിഴക്കിൻ്റെ ഗുരുക്കന്മാരായി മാറിയിട്ടുണ്ട്. പിന്നെയും പല പേരിൽ എനിക്കത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇമാതിരി ആളുകൾ, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. അവർ നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല സാരോപദേശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല നല്ല പാതകൾ നമ്മെ കാട്ടിയിട്ടുണ്ട്, സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് വാദോരാതെ പറഞ്ഞിട്ടുണ്ട്, സഹനത്തിൻ്റെ മൂർത്തഭാവങ്ങളായി മാറിയിട്ടുണ്ട്, ഒരു ഇറുമ്പിനെ പോലും കൊല്ലാതെ വിട്ടിട്ടുണ്ട്, ശരീരത്തിൽ നീറൊക്കെ കടിക്കുമ്പോൾ സാരമില്ല എന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അഹിംസാവാദികളായ മഹത് ഗുരുക്കന്മാർ ഇന്ത്യയിലും ശ്രീലങ്കയിലും കപിലവസ്തുവിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അവരെ കണ്ടാൽ കസേരയിട്ട് കൊടുക്കാൻ എനിക്ക് മനസ്സാണ്. പക്ഷെ ഇന്ന് രാത്രി ക്രിസ്തു എൻ്റെ ആരാധ്യനാകുന്നത്, എൻ്റെ പ്രസംഗത്തിൻ്റെ കേന്ദ്രബിന്ദുവായി യേശു മാറാൻ കാരണം മറ്റാർക്കും ചെയ്യാനാവാത്ത ഒരു വലിയ കാര്യം യേശു ചെയ്തത് കൊണ്ടാണ്. ഉലകത്തിലെ മറ്റൊരു മതസ്ഥാപകനും കഴിയാത്ത കാര്യം എൻ്റെ ക്രിസ്തു ചെയ്തു. മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ലോകത്തിൽ വന്നു, കുരിശിൽ പിടച്ചു മരിച്ചു, അവൻ വിലാപ്പുറം എനിക്ക് തുളയ്ക്കപ്പെട്ടു, രക്തം ചിന്തി. യേശുവിൻ്റെ പുണ്യ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കരങ്ങളെ അടിച്ച്, കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും ഇന്ന് രാത്രി യേശുവിനെ ആരാധിക്കട്ടെ, ശക്തമായി ആരാധിക്കട്ടെ, ശക്തമായി കർത്താവിനെ ആരാധിക്കട്ടെ, കരമടിച്ച് ആരാധിക്കട്ടെ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. പെട്ടെന്ന് നിർത്തിക്കോണം കേട്ടോ മോനെ, അല്ലെ എനിക്ക് കോൺസെൻട്രേഷൻ പോകും. ഓൾ റൈറ്റ്. ഇപ്പം ന്യൂജൻ പിള്ളേർക്ക് ഇത് ഇഷ്ടമാണ്, നമ്മൾ പ്രായമില്ലേ, അതുകൊണ്ട് ഒരു ഇച്ചിരി കുഴപ്പമില്ല, പെട്ടെന്ന് നിർത്തിയാൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്. യേശുക്രിസ്തുവിൻ്റെ അതുല്യത 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതല്ല. ചിലക്ക് തോന്നും വലിയൊരു കാര്യമാണല്ലോ കർത്താവ് ചെയ്തത്, നല്ലതാ. ശാപ്പാട്ട് രാമന്മാർക്ക് അത് വലിയ ഇഷ്ടമാണ്. കർത്താവ് അത് നിർത്തി. പിന്നെ ആൾക്കാർ വന്നു, പിറ്റേ ദിവസം ഉണ്ടെന്ന് വിചാരിച്ച്. കർത്താവ് പറഞ്ഞു, നോ, അപ്പം തിന്നുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വന്ന് എനിക്ക് മനസ്സിലായി. ആ പോലെ തിന്നേണ്ടത് ജീവൻ്റെ അപ്പത്തെയാണ് പുച്ഛിക്കേണ്ടത്. ആമേൻ. അപ്പം ഉണ്ടാക്കിയതല്ല മഹാത്ഭുതം, രോഗിക്ക് സൗഖ്യം കൊടുത്തതല്ല വലിയ കാര്യം. ഓഫ് കോഴ്സ് അത് വലിയ കാര്യമാണെങ്കിലും അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടലിന്മേൽ നടന്ന അത്ഭുതമല്ല നമ്പർ 1. കാറ്റും കടലും ശാന്തമാക്കിയത് കൊണ്ടല്ല ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്. അന്ന് കുറേ പേർക്ക് അപ്പം കൊടുത്തുകൊണ്ടല്ല ഈ രാത്രി ഞാൻ യേശുവിനെ ആരാധിക്കുന്നത്. ആമേൻ. കുറേ രോഗികളന്ന് സൗഖ്യമായതുകൊണ്ട് KJ മാത്യു എന്ന പേരുള്ള എനിക്ക് ഒരു നന്മയും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ക്രിസ്തു എൻ്റെ ആരാധനാകുന്നത്. കഴിഞ്ഞ കുറേ വർഷമായി ലഭിക്കുന്ന എല്ലാ വേദിയിലും പരസ്യയോഗത്തിൽ ഞാൻ ക്രിസ്തുവിനെ ഉയർത്തുന്നത്. പാസ്റ്റർ പോൾ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നതിന് കാരണം ക്രിസ്തു മറ്റാരെയും പോലെയുള്ളൊരു കാര്യം എനിക്ക് ചെയ്യുന്നത് കൊണ്ടല്ല, എനിക്ക് കാശ് തന്നത് കൊണ്ടല്ല. യേശു ലോകത്തിൽ മറ്റാർക്കും ചെയ്യാനാവാത്തത്, നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമെന്ന അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ഏദൻ പ്രദേശയിൽ ആദ്യ മനുഷ്യനായ ആദാമും അവന്റെ ഭാര്യ ഹവ്വായും ചേർന്ന് കൻസനക്കേട് കാണിച്ച് പാപത്തിന്റെ ഫലമ കനി പറിച്ച് ഭുജിച്ച് ദൈവത്തെ നഷ്ടപ്പെട്ട കാലം മുതൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. അവൻ പാപം ചെയ്ത ദേഹി മരിക്കും നിശ്ചയം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരിലും ഇന്ന് രാത്രി മരണവും പാപവും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് പാപപരിഹാരത്തിനു വേണ്ടി ചെയ്ത ഒരു പരിപാടിക്കും പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കും.
മലിനമായിരിക്കെ അകത്തു വ്യാപരിക്കുന്ന പാപക്കറകളെ, ആത്മാവിനെ മലിനമാക്കിയ പാപത്തിന്റെ കറയെ പുറത്തുള്ള കർമ്മം കൊണ്ട് പരിഹരിക്കാനാവില്ല എന്നത് വ്യക്തമായിരിക്കെ ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ കരപദാർത്ഥമായിട്ടോ അർപ്പിക്കപ്പെടുന്ന ഒരർപ്പണത്തിനും ഹൃദയത്തെ മലിനമാക്കിയ പാപത്തെ ഇല്ലാതാക്കാൻ ആവില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഫലമൂലാദികൾക്കും ഒരു വൃക്ഷലതാദികൾക്കും ഒരു പക്ഷിമൃഗാദികൾക്കും പാപപരിഹാര സംശുദ്ധ ബലിയായിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ദൈവത്തിന്റെ നിത്യ കാര്യപരിപാടിയിൽ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ താണലോകത്തിലേക്ക് ജഡമെടുത്തു വരുവാൻ അനുവദിച്ചു. അങ്ങ് 33 തിരുവയസ്സ് വരെ നാടെങ്ങും സഞ്ചരിച്ചു, നന്മ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഒടുവിൽ ദൈവത്തിന് കാര്യപരിപാടിയിൽ മനുഷ്യന്റെ വിമോചനം, വീണ്ടെടുപ്പ് തിരുബലിയാൽ സ്ഥാപിക്കപ്പെടും എന്നതുകൊണ്ട് യേശുവിന്റെ രക്തം നമുക്കായി ചിന്തുവാൻ അങ്ങ് കുരിശിൽ കയറി. റോമൻ പടയാളി കൂർത്ത കുന്തം കൊണ്ട് അങ്ങ് തിരുമാറിൽ കുത്തിയപ്പോ രക്തവും വെള്ളവും പുറപ്പെടുന്ന പ്രകാരം അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിയ കർത്താവായ യേശുവിന്റെ പുണ്യ രക്തത്തിലല്ലാതെ, ആ വിശ്വാസമല്ലാതെ ഇന്ന് രാത്രി പാപക്ഷമ അസാധ്യമെന്ന് ഉറപ്പുള്ള എല്ലാവരും കരങ്ങളെ അടിച്ച് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്, എല്ലാവരും കരങ്ങളെ അടിച്ച് ശക്തമായി കരങ്ങളെ നന്നായി തട്ടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തെ ആരാധിച്ചാട്ട്. യേശുവിന്റെ രക്തമാണ് ഇന്ന് രാത്രി പാപക്ഷമയ്ക്ക് അടിസ്ഥാനം. ഹല്ലേലൂയ. ഒരു പാട്ടൊക്കെ പാടാനുണ്ട്, അത് ഭാഷ പോള് പാടുമ്പോൾ നമ്മൾ കയറി ഭംഗിയാക്ക. ചുമ്മാ ഇതൊരു ആവേശമാണ്, തൊണ്ടയൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ചുമ്മാ ഒരു കോറസാണ്. നീങ്ങിപ്പോയി എൻ്റെ പാപങ്ങൾ, മാറിപ്പോയി എൻ്റെ രോഗങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ പാപങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും, ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും, സർവശക്തനായവരെ. ഓ യേശുവിൻ വിടുതലായി, യേശുവിൻ സൗഖ്യമായി, യേശുവിൻ ശുദ്ധിക്കാൻ യേശു എന്നെ വീണ്ടെടുത്തു. ഓ യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ രക്തമാണ് ഇന്ന് രാത്രി പാപവിമോചനത്തിന്റെ അടിസ്ഥാനം. എബ്രായ ലേഖനം മുഴുവൻ പറയുന്നത് കാളക്കിടാങ്കുടെയും പശുക്കിടാതെ രക്തത്തിൽ. പഴയ നിയമത്തിൻ്റെ കാര്യം പറയുക, പാപങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ബൈബിൾ അറിയാവുന്നവർക്ക് ഓർക്കാൻ പറ്റും. ഓരോരുത്തരും അർപ്പിക്കുന്ന കാളക്കിടാങ്ങളും ആട്ടുകൊറ്റന്മാരും കുറുപ്രാവുകളും പ്രാവൻ കുഞ്ഞുങ്ങളും കുഞ്ഞാടുകളും ലേവ്യ പുസ്തകത്തിൽ വായിച്ച് നോക്കെ. ആ അർപ്പണങ്ങൾ പോരാ എന്ന് തോന്നിയിട്ട് വർഷത്തിൽ ഒരിക്കൽ, ഓർക്കുന്നു നിങ്ങൾ, വർഷത്തിൽ ഒരിക്കൽ മഹാപാപ പരിഹാര ദിനമെന്ന് പറയുന്ന ആ ഒരു ദിവസം മഹാപുരോഹിതനായ പ്രധാന ആചാര്യൻ ഇസ്രായേലിൻ്റെ തൻ്റെയും ജനത്തിൻ്റെയും പാപക്ഷമയ്ക്ക്, നോക്കൂ, തൻ്റെയും പാപക്ഷമയ്ക്ക് വേണ്ടി മഹാപുരോഹിതൻ അവൻ്റെയും പാപക്ഷമയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാടിൻ്റെ രക്തം ഒരു തളികയിൽ എടുത്തുകൊണ്ട് സമാഗമന കൂടാരമായ വിശുദ്ധ ദേവാലയത്തിൻ്റെ 3-ാം ഭാഗമായ അതിവിശുദ്ധ സ്ഥലത്ത് മറ്റാർക്കും കയറാൻ കഴിയാത്ത
വ്യവസ്ഥിതിയിൽ ആണ്ടിൽ ഒരിക്കൽ മാത്രം കയറാമെന്ന് പറഞ്ഞ വ്യവസ്ഥിതിയിൽ ആർക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത ആ ദുരവസ്ഥയിൽ ആ രക്തവുമായി പ്രവേശിച്ച് കൃപാസനം എന്ന സംവിധാനത്തിൽ 7 തവണ യാഗരക്തം തളിച്ചിട്ട് ദൈവപ്രസാദം വാങ്ങി ദൈവശബ്ദം കേട്ട് മടങ്ങുകയാണ് ആ മഹാപുരോഹിതൻ. നോക്കൂ, ആണ്ടിൽ ഒരിക്കൽ സർവജനത്തിനു വേണ്ടി അർപ്പിക്കുന്ന ആ വലിയ തിരുബലിക്കകത്തും പാപപരിഹാരം സാധ്യമായില്ല. ബലഹീനനായ പുരോഹിതന്റെ അർപ്പണം പെസകിപ്പോയപ്പോൾ ഇതാ അവന് പകരം രംഗത്ത് വന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനാണ്. കരമുട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാപരഹിതനായ ക്രിസ്തു, പാപം തീണ്ടാത്ത കർത്താവായ യേശു ക്രിസ്തു ജനസമൂഹത്തെ സാക്ഷിയാക്കി കട്ടാരക്കാരെ, പരീക്ഷ പ്രവൃത്തികളെയും ശാസ്ത്രി പരീക്ഷകളെയും മതത്തിൻ്റെ മാടമ്പിമാരെ, അന്നാസ് കയ്യപ്പാദികളെയും യഹൂദമതത്തിൻ്റെ മുഴുവൻ ആചാര്യന്മാരെയും വട്ടം നിർത്തിയിട്ട് പാപം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ എന്ന് ഒരു കനത്ത ചോദ്യം തുടിപ്പിച്ചിട്ട് ഒരുത്തൻ പോലും മറുപടി പറയാതെ മടങ്ങിപ്പോയ ആ നിലയ്ക്ക് വിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തു, പാപം തീണ്ടാത്ത ക്രിസ്തു, പിലാത്തോസിന്റെ ഭാര്യ കണ്ട സ്വപ്നം നിങ്ങൾക്കറിയാം. ഈ നീതിമാനിൽ രക്തത്തിൽ നമുക്ക് പങ്കുണ്ടാവരുത് എന്ന് കഠിനമായി പറഞ്ഞ ആ സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾക്കറിയാം. പാപം തീണ്ടാത്ത ക്രിസ്തു, പാപിയെ സ്നേഹിച്ച ക്രിസ്തു, ഇന്നും പാപിയെ സ്നേഹിക്കുന്ന കർത്താവ്, ആ പാപരഹിതൻ ക്രൂശിൽ ചിന്തിയ പരിപാവനമായ തങ്ക നിണത്തിനു മാത്രമേ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയൂ. ഇന്ന് രാത്രിയും മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ, സഭകളുടെ ഭാഗമായവരെ, കുമ്പസാരിക്കുന്നവരെ, പാപക്ഷമയ്ക്ക് വേണ്ടി പള്ളിയിലച്ചന്മാരോട് കുറവുകളെ ഏറ്റുപറയുന്നവരെ ഒരു തിരുത്തൽ ഞാൻ പറയാം. അവരോട് പറയേണ്ടത് കർത്താവാണ് പാപം ക്ഷമിക്കേണ്ടത്. മനുഷ്യന് പാപമോചന അധികാരം ഇല്ല. ബലഹീനനായ മനുഷ്യന് പാപങ്ങളെ പൊറുപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത കർത്താവായ യേശുവിനോട് പരാജയങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഇന്ന് രാത്രി പാപമോചനം കർത്താവ് കൽപ്പിക്കാൻ പോവുകയാണ്. മദ്യപാനം തകർത്തുവാരുന്ന കുടുംബങ്ങളെ പകലന്തിയോളം പണിയെടുത്ത് 1000, 800, 900, 1000 രൂപ, കുറച്ചുകൂടെ കാണുമായിരിക്കും, ഞാൻ അവിടെ കൊണ്ട് നിർത്തുക, കൂലിപ്പണി ചെയ്ത് അത്രയും പൈസയെങ്കിലും മിനിമം ഉണ്ടാക്കുന്ന ആളുകൾ തെങ്ങിൽ കയറുകയോ മേസൻ പണി ചെയ്യുകയോ മൈക്കാട് കയ്യാളാകുകയോ അല്ലെങ്കിൽ കമ്പനി ജോലി ചെയ്യുകയോ കൂന്താലി കൊണ്ട് തൂമ്പ കൊണ്ട് തെങ്ങിന് കിളയ്ക്കുകയോ ഒക്കെ ചെയ്ത് പണി എന്തോ ആകട്ടെ, അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന വിശ്വപ്രസിദ്ധമായ ആ കൃതിയിൽ എംഗൽസും മാർക്സും ഒന്നിച്ചെഴുതിയ ആ മഹത്തായ വിശ്വപ്രസിദ്ധമായ കൃതിയുടെ മലയാള തർജ്ജമയുടെ 2-ാം പേജിൽ പറയുന്ന പോലെ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥാവകാശമില്ലാത്തത് കൊണ്ട് മറ്റൊരുവന് വേണ്ടി വിയർപ്പ് ഒഴിച്ച് ആരോഗ്യം വിറ്റ് കാശാക്കി ഉപജീവിക്കാൻ വിധിക്കപ്പെട്ട തൊഴിലാളി വർഗത്തിൽ പെട്ട ആളുകൾ, ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ജീവിക്കാനാവില്ല എന്ന് പറയുന്നവർ, ഒന്നും കയ്യിൽ മിച്ചം വെക്കാനില്ലാത്തവർ, കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങാനോ ഭാര്യയ്ക്ക് ഒരു സാരി മേടിക്കാനോ വീട്ടിൽ 2 ഓട് മാറ്റി വയ്ക്കാനോ കഴിയാതെ അധ്വാനിച്ചു വന്ന കാശ് കൊണ്ട് അന്നം കഴിച്ച് കട്ട് ചൊപ്പിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ തകർക്കാൻ മദ്യപാനമെന്ന കാളകൂടം പിശാച് രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. മർദ്ദന മുറകൾ ആവിഷ്കരിക്കുകയാണ്. പാവപ്പെട്ട ഭാര്യ ആരോഗ്യം നഷ്ടപ്പെട്ട് കണ്ണീർ കരഞ്ഞ് വറ്റി, മക്കൾ സ്കൂളിൽ പോവാതെ, അന്നപാനങ്ങൾക്ക് മാർഗമില്ലാതെ, അച്ഛൻ എപ്പോൾ രാത്രി കയറി വരും, എപ്പോൾ വഴക്ക് അവസാനിക്കും, എന്നിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് മാളത്തിൽ എലി ഒളിക്കുന്ന പോലെ മദ്യപനായ അച്ഛൻ വരുമ്പോൾ ഓടി മുറിയുടെ പൊത്തുകളിൽ ഒളിക്കുന്ന എത്രയെത്ര കുടുംബങ്ങൾ കേരളത്തിൻ്റെ ഭാഗമാണ്, ഈ നാടിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനമെന്ന കൊടുമ്പിശാചിൻ്റെ കുടുംബത്തെ തകർക്കുന്നുവെന്ന് ഒരു ബോധ്യവും തിരിച്ചറിവും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, പാപത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ഒരു അടിമത്വമായി മാറിയെങ്കിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ, ഉദ്ധരിക്കപ്പെടുവാൻ കഴിയാതെ, കുടുംബ തകർച്ചയോ ബന്ധങ്ങളുടെ ഉലച്ചിലോ വിവാഹബന്ധത്തിൻ്റെ എന്നേക്കുമായി വേർപിടിച്ചിലോ
മക്കളെക്കുറിച്ചുള്ള ആശങ്കകളുടെ അവസാനമില്ലാത്ത കാത്തിരിപ്പോ ഇന്ന് രാത്രി ഹൃദയത്തിലെ ഒരു ഭാരമായി മാറിയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഈ രാത്രി യേശുവിന് കഴിയും. ഈ രാത്രി യേശുവിന് കഴിയും. ആ കെട്ടുകളെ പൊട്ടിക്കാൻ കർത്താവിന് കഴിയും. പിശാച് പ്രവൃത്തികളെ അഴിക്കുവാൻ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി അവൻ ദുഷ്ടന്റെ കെട്ടുകളെ പൊട്ടിക്കും. കുടുംബത്തിൽ തകർച്ചകളെ മാറ്റും. സമാധാനം നൽകും. ശാന്തി പ്രദാനം നൽകും. ഈ രാത്രി യേശുവിനെ രക്ഷിതാവായി ആര് സ്വീകരിക്കും, അവരുടെ പാപങ്ങൾക്ക് ഇന്ന് രാത്രി യേശു പരിഹാരം വരുത്തുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസ് കാരൽ സിംഗിങ് അവസാനിക്കുന്ന പോലെ ഉണ്ട്. ഗുഡ്. ഓൾറൈറ്റ്. ഞങ്ങൾ യേശുവിനെ സേവിക്കുന്നത് എളുപ്പമായതുകൊണ്ടല്ല. ചോദിച്ചു നോക്ക് എല്ലാവരോടും. അല്ല, നിങ്ങൾക്കറിയില്ലേ, കർത്താവിനെ സേവിക്കുന്നത് എളുപ്പമല്ല, സുഖകരമായ ജീവിതമല്ല. പക്ഷേ അങ്ങേ സേവിക്കുന്നതിൻ്റെ അന്ത്യം അനുഗ്രഹമാണ്, പ്രതിഫലമുള്ളതാണ്. ഐഹിക ഭൗതിക മാനവിക വ്യാപനങ്ങളിൽ ആക്ഷേപം സഹിച്ച് കണ്ണീർ പൊഴിച്ച് മർദ്ദനമേറ്റ് സങ്കടപ്പെട്ട് പുസ്തകവുമായി ഇങ്ങോട്ട് വരുമ്പോൾ വഴുതികളെ ആളുകൾ ആക്ഷേപിച്ച് പാരടിപ്പാട്ടുകളും പാടി കളിയാക്കി തകർക്കുന്ന ദൈവമക്കൾ, പുസ്തകം പറയുന്നു അവർക്ക് ശോഭനമായ ഒരു ഭാവി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിത്യഭവനം നമ്മെ കാത്തിരിക്കുകയാണ്. നമ്മുടെ സങ്കടങ്ങൾ തീരാറായി, കാഹളം ധ്വനിക്കാറായി, ആമേൻ, മരിച്ചവർ ഉയർക്കാറായി, നാം രൂപാന്തരപ്പെടാറായി, കർത്താവ് വരാറായി, തൻ്റെ സഭയെ ചേർക്കാറായി. സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ ഉറക്കെ തട്ടി ശക്തമായി തട്ടി ഈ രാത്രി കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവിൻ്റെ വരവിൻ്റെ പ്രതീക്ഷയുള്ള എല്ലാവരും, യേശു വരാറായി എന്ന് ഉറപ്പുള്ള എല്ലാവരും, ആശയോടെ കാത്തിരിക്കുന്ന എല്ലാവരും, വരവിനായിട്ട് ഒരുക്കമുള്ള എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. എൻ്റെ കഷ്ടത നീങ്ങാറായി, എൻ്റെ സങ്കടം മാറാറായി, എൻ്റെ കണ്ണീർ തുടയ്ക്കാറായി, യേശുവാനിൽ വരാറായി. ക്രിസ്തു പാപപരിഹാരകനാണ്. അതാണ് ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്. രണ്ടാമത്തത്, യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് പുസ്തകത്തിൽ രണ്ടാമത്തെ മറുപടി 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ചാൽ. ജഡരക്തങ്ങളോട് കൂടിയവരാകുക കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. യേശുക്രിസ്തു നമ്മുടെ ഭയങ്ങളെ മാറ്റുന്നവനാണ്. കരമൂർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അകത്തുള്ള എല്ലാത്തരം ഭയങ്ങളും ഭീതികളും കർത്താവ് എടുത്തു മാറ്റാൻ പോകുകയാണ്. ആമേൻ. പലമാതിരി ഭയങ്ങൾ മനുഷ്യനെ ഇന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആളുകൾക്ക്, ഞാനിപ്പോഴും ഓർക്കും, എൻ്റെയൊക്കെ ചെറുപ്പകാലം, ഞാൻ കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് കേട്ടുണ്ടല്ലോ അല്ലേ? കേരളത്തിൻ്റെ വടക്കേ കോഴിക്കോട് ടൗണിൽ നിന്ന് പിന്നെ ഒരു 50 കിലോമീറ്റർ മാറി ഒരു മലയോര ഗ്രാമമാണ് ഞങ്ങളുടേത്. കുന്നും മലയുമുള്ള ഗ്രാമം. ഇതുപോലെ പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങളല്ല. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ വളർച്ചയും ജീവിതവും. അവിടെ വാസ്തവത്തിൽ സർക്കാരിൻ്റെ ഒരു കത്ത്, സർക്കാർ മുദ്രയുള്ളൊരു കത്ത് പോസ്റ്റ്മാൻ കൊണ്ട് തന്നാലേ എല്ലാവരും വിറയ്ക്കാൻ ആരംഭിക്കും. വീട്ടിലെ അപ്പച്ചന്മാരൊക്കെ, അവർക്ക് പേടിയാണ് ഇത് കാണുമ്പോഴേ, പേടിയാണ്. എന്തോ കുഴപ്പം ഞങ്ങൾ ചെയ്തു പോയെന്നാണ് വിചാരിക്കുന്നത്. അവസാനം അന്ന് പള്ളിയിലച്ഛൻ്റെ അടുക്കലാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പോകുന്നത്. കാരണം പഠിപ്പ് കുറവല്ലേ, ഇംഗ്ലീഷൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ അച്ഛന് കുറച്ചുകൂടെ പഠിപ്പുണ്ട്. അദ്ദേഹം ഇത് തുറന്ന് വായിച്ച്, മത്തായി വലിയ കുഴപ്പമൊന്നുമില്ല, നികുതി അടയ്ക്കാനുള്ള നോട്ടീസാണ്, വല്ല 10 രൂപ കരം കിട്ടിയാൽ മതി പറയുമ്പോഴാണ് ദീർഘവിശ്വാസം വിടുക. പേടി, എല്ലായിടത്തും പേടി. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഫോറസ്റ്റായിരുന്നു. ഫോറസ്റ്റിലൊന്നും കയറിപ്പോവാൻ ഞങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. കാരണം ഭയമാണ്. ആളുകൾ പറഞ്ഞ് പഠിക്കത്തില്ല, അവിടെ എല്ലാം ഭൂതമുണ്ട്, പുഴയിൽ കയത്തിൽ ഭൂതമുണ്ട്, പിശാച്, മാടൻ, ഗുളി എന്ന് വേണ്ട എന്തെല്ലാം പുതിയ പുതിയ പേരുകൾ ഓരോ സ്ഥലത്ത് പേടി ഉണ്ടാക്കാൻ വേണ്ടി, നമ്മെ പേടിപ്പിക്കാൻ വേണ്ടി. അറിയില്ല, നമ്മുടെ ഇടയിലും ചില ആളുകൾ രാത്രി 12 മണിയായപ്പം ഒരു ചങ്ങലയുടെ കിലുക്കം കേട്ടു. അവിടെ ഒരു വരത്തുപോക്കുണ്ട്, ഒരു വലിയ വെളിച്ചം 12:30 ഇങ്ങനെ ഉയർന്ന് താവോട്ട് വരുന്ന കാണാം.
ഒരാൾ നടക്കുന്ന പോലെ കാണാം, വടി കൊത്തൊരു അപ്പൂപ്പൻ പോകുന്ന കാണാം 1 മണിക്ക്. ഇതൊക്കെ ആളുകൾ പേടിപ്പിക്കാൻ വേണ്ടി നമ്മോട് പറയാറ്. ചില ആൾ അത് കേട്ട് പേടിച്ചിട്ട് വീട് കിട്ടുന്ന വിലയ്ക്ക് വിറ്റേച്ച് ഓടിപ്പോകാറുണ്ട്. പേടിയാണ്. ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രി ദൈവമക്കളോട് പറയും, എല്ലാവരും പറയല്ല, യേശു ഉള്ളറയിലുള്ള ദൈവത്തിൻ്റെ മക്കൾ, വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ഉള്ളവർ. പിള്ളേർക്ക് പഠിക്കാനുണ്ട് ഉപദേശിച്ച്, അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ പിള്ളേർ അങ്ങനെ രക്ഷപ്പെടത്തില്ല, ക്ഷമിക്കണം ഞാൻ പറയണത്. ഏത് ഭയങ്കര ടെസ്റ്റാണെങ്കിലും, ഏത് എൻട്രൻസ് എക്സാം ആണെങ്കിലും, ഏത് ക്യാൻഡ പ്രോഗ്രാം ആണെങ്കിലും അവൻ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ട് എഴുതിയാൽ ശരിയാകത്തില്ല. എല്ലാ അമ്മമാരും ഉത്സാഹിക്കണം. മക്കളെ പിടിച്ചിരുത്തി അവൻ്റെ പ്രോജക്റ്റും കമ്പ്യൂട്ടിങ്ങും കുറച്ചക്കുറവും എല്ലാം നിർത്തി വെച്ചിട്ട് ദൈവത്തെ ഒന്നിച്ച് പാടി സ്തുതിക്കാൻ തയ്യാറാക്കണം. ആമേൻ. നിങ്ങൾ ദൈവത്തെ ഭവനത്തിൽ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ, ആമേൻ, ഇവിടെ ദേവദാസരൊക്കെ പാടുന്ന പോലെ പാടണമെന്നില്ല. അറിയാവുന്ന പാട്ട് ഉള്ളതുണ്ട കൊണ്ട് കിട്ടിയ രാഗത്തിൽ അങ്ങോട്ട് പാടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മക്കൾ നന്നായിട്ട് ഉറക്ക വാ തുറന്ന് വായിച്ച് നിങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ അവകാശം പറയുന്ന ദുഷ്ട പോരാട്ടങ്ങൾ ഓടിപ്പോകാൻ പോകുകയാണ്. രാത്രി എല്ലാവരും വിശ്വസിക്കട്ടെ, ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടിപ്പോകും, അന്ധകാര ആധിപത്യങ്ങൾ തകരും, ദുഷ്ടന്റെ അവകാശവാദം പൊളിയും. നിങ്ങളുടെ ഭവനം തൊടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഒരു അന്ധകാര ശക്തിയും ഒരു ദുഷ്ടപിശാചും ദൈവജനത്തിന്റെ ഭവനത്തെ തൊടാതെ വണ്ണം രക്തത്തിന്റെ മുദ്രയിട്ട് ആ ഭവനത്തെ കർത്താവ് ഈ രാത്രി പരിപാലിക്കുകയാണ്. നിങ്ങളുടെ ഭയങ്ങൾ മാറിപ്പോകട്ടെ, പേടികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മരണഭയം ഇന്ന് രാത്രി അകന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. 5 ഭയങ്ങളാണ് ബൈബിൾ പറയുന്നത്. അതെല്ലാം ഞാൻ പ്രസംഗിക്കാൻ പാസ്റ്റർ പറയാൻ പ്രസംഗിച്ചോളാം, പക്ഷേ എനിക്ക് വീട്ടിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ നിർത്തുകയാണ്. 5 പ്രധാന ഭയങ്ങൾ ബൈബിളിലുണ്ട്. 1 പാപത്തിൻ്റെ ഭയം, 2 സാമ്പത്തിക ഭയം, 3 മരണത്തിൻ്റെ ഭയം, 4 ആരാധനയുടെ ഭയം, 5 ഭാവിയുടെ ഭയം. ഈ 5 വ്യത്യസ്ത ഭയങ്ങൾ ന്യൂ ടെസ്റ്റമെന്റിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അത് നമുക്ക് വേറെ ഒരു പ്രസംഗമാക്കേണ്ടി വരും. ഞാൻ ഒരു വാക്യം ഒന്ന് വ്യാഖ്യാനിക്കാം, വായിക്കണ്ട. ഉൽപ്പത്തി 15-ന്റെ 1-ാമത്തെ വാക്യം ഇവിടെയുള്ള പലർക്കും വേണ്ടി ഞാൻ പറയുക. ഉൽപ്പത്തി 15:9. അതിനുശേഷം യഹോവ അബ്രഹാമിനോട്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം, പിന്നെന്താ, നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകും. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പലരോടും പറയുക. സാമ്പത്തിക വിഷയത്തിൽ ഭയമുള്ളവരെ, ആശങ്കയുള്ളവരെ, സ്വന്തമായി ഒരു തുണ്ട് ഭൂമി, ഒരു കൊച്ചു വീട്, കുഞ്ഞുങ്ങളുടെ പഠിത്തം, മകളുടെ വിവാഹം, കർത്താവേ വലിയ പദ്ധതി ആഗ്രഹമൊന്നും എനിക്കില്ല. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും സാധിക്കണം. നാളുകളായിട്ട് വാടക കൊടുത്ത് ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഒരു ചില്ലിക്കാശ് പോലും ബാക്കിയില്ല. ഒരു 5 സെൻറ്റ് ഭൂമി ഞങ്ങൾക്ക് തരണേ കർത്താവേ. ആമേൻ. സ്വന്തമായ ഒരു ചെറിയ വീട് എനിക്ക് തരണേ. എൻ്റെ കുഞ്ഞിനെ വിവാഹങ്ങൾ ചെയ്യിപ്പിക്കാൻ വഴി തുറക്കണമേ എന്നിന്ന് രാത്രി സാമ്പത്തിക വിഷയത്തിൽ ഭയമുള്ളവർക്ക് ഒരു ബ്രേക്ക് ത്രൂ കർത്താവ് തരാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്ന രാത്രി? ആമേൻ. ആമേൻ. അടഞ്ഞ വാതിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. ഇരുമ്പോടാമ്പൽ തകരാൻ പോകുകയാണ്. താമ്രക്കഥകൾ ഭേദിക്കാൻ പോകുകയാണ്. ആഴിയിൽ ദൈവം പാത ഒരുക്കാൻ പോകുകയാണ്. ആമേൻ. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? സമർപ്പിച്ചോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം സംഭവിക്കുന്നു. ഈ രാത്രി എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ പോരാട്ടങ്ങളും മാറട്ടെ, ദുഷ്ടന്റെ അവകാശവാദങ്ങൾ തകരട്ടെ, പിശാചിന്റെ നഷ്ടങ്ങൾ അവൻ കൊണ്ടുവന്ന നഷ്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ ജനത്തിനു വേണ്ടി ഒരു അത്ഭുത വാതിൽ ദൈവം തുറക്കുക. ആമേൻ. സാമ്പത്തിക ഭയം കർത്താവ് മാറ്റും. കർത്താവ് പറയുന്നു, അബ്രഹാമേ, സോദോം രാജാവ് വെച്ച് നീട്ടിയ ആ വലിയ സംഭാവന എന്നെ മാനിക്കാൻ വേണ്ടി വേണ്ട എന്ന് നീ വെച്ചത് കൊണ്ട് ഞാൻ നിന്നെ മാനിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. 5 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് വരുന്ന നിനക്ക് അവർ മടങ്ങി വരുമോ എന്ന് ഭയമുണ്ടെങ്കിൽ കേട്ടോളൂ, ഞാൻ നിന്റെ പരിചയമാണ്.
നഷ്ടങ്ങളെല്ലാം ലാഭമാക്കാൻ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. രാത്രി ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവ് എൻ്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ ഒരു പരിഹാരം വരുത്തുമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് കൈ തുറക്കും. എൻ്റെ ഞെരുക്കങ്ങളെ കർത്താവ് മാറ്റും. എൻ്റെ സാമ്പത്തിക ഭയങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ മാറിപ്പോകട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കൺവെൻഷൻ സഭയിൽ നിന്ന് പിരിവിട്ടായിരുന്നു പാസ്റ്റർ. സഭയിൽ നിന്ന് കൺവെൻഷൻ ചെലവിലേക്ക് പിരിവെടുത്തായിരുന്നു? ഇല്ല. വിശ്വാസത്താലല്ലേ? ദൈവമക്കൾ കൊടുക്കണമല്ലോ വേലയ്ക്ക്. കർത്താവിന് വേലയ്ക്ക് കൊടുത്താലാ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നത്. സ്വത്രാഴ്ച ഇന്ന് നമ്മൾ എടുത്തു. നാളെ എടുക്കുമ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇല്ലായ്മയിൽ നിന്ന് ബാക്കിയെല്ലാം അരിയും മേടിച്ച് മലക്കറിയും മേടിച്ച് മരച്ചീനിയും മേടിച്ചിട്ട് പിന്നെ പേഴ്സിലോ പോക്കറ്റിലോ ബാക്കി കാശുണ്ടെങ്കിൽ അതല്ല കർത്താവിന് കൊടുക്കേണ്ടത്. കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം. ലഭിച്ച നന്മയിൽ നിന്ന് ദശാംശം കർത്താവിനായി വേദനിക്കണം. വേദനിച്ചില്ലെങ്കിലും ഒന്ന് സമർപ്പിക്കുന്നവർക്ക് കൈപോക്കി. ഇന്ന് രാത്രി എനിക്ക് നല്ല ധൈര്യമുണ്ട്. കൈകൾ 4 കൈകളാണ് ഉയർന്നത്. ഇന്ന് ഞാനിവിടെ നിന്ന് എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുടുംബജീവിതം, എനിക്ക് പണ്ടേ സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കമായിരുന്നു. കുടുംബജീവിതം ആരംഭിച്ചിട്ട് 40 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടവരാണ്. ഒത്തിരി മക്കളെ വളർത്തിയത് വളരെ വില കൊടുത്താണ്. കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളും വഴക്കുകളും ഒന്നും സാധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. നല്ല സ്കൂളിൽ വിടാൻ പൈസ ഇല്ലായിരുന്നു. വാഹനങ്ങളില്ല. ഒരു സൈക്കിളിന് വേണ്ടി ഞങ്ങൾ അനേക മാസങ്ങൾ പ്രാർത്ഥിച്ചാണ്. സൈക്കിൾ നിങ്ങളവർക്കും നിസ്സാര കാര്യമല്ലേ? 1200 രൂപ ഹെർക്കുലീസ് സൈക്കിൾ മേടിക്കാനില്ലാഞ്ഞിട്ട് ഞങ്ങൾ അനേക പ്രാർത്ഥന നടത്തിയിട്ടാണ് ഒരു സൈക്കിൾ കിട്ടുന്നത്. ഒക്കെ പഴയ കാലം ഞാൻ പറയാണ്. പക്ഷെ അന്നും ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് ദശാംശം കൊടുക്കുമായിരുന്നു. 200 രൂപ വരുമാനമുള്ളപ്പോൾ 20 രൂപ വേലയ്ക്ക് കൊടുത്തിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ. നിങ്ങൾക്കത് തമാശയായിട്ട് തോന്നുമല്ലേ? അവിടെ ഞാൻ ഇരുട്ടത്താണ്. അപ്പുറത്തോട്ട് മാറി സാമാന്യം കൊള്ളാവുന്ന ഒരു വണ്ടിയാണ് പാശതാ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സൈക്കിൾ മേടിക്കാൻ സങ്കടപ്പെട്ട് കരഞ്ഞവന് ദൈവം അനേക നന്മകൾ ഇന്ന് തന്നിട്ടുണ്ട്. ആരും ചുമ്മാ കീശയിൽ നിന്ന് തന്നതല്ല, കർത്താവ് തന്നതാണ്. എത്ര പേര് വിശ്വസിക്കുന്നു രാത്രി? ആമേൻ. എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വിലയ്ക്ക് സ്തോത്രാഴ്ച ഇടാൻ ആരും നിൽക്കരുത്. നിങ്ങൾ ശരിയാവില്ല, നന്മകൾ ലഭിക്കില്ല. പക്ഷെ ദൈവം ഞാൻ നന്മയിൽ നിന്ന് ജോലി എടുത്തുകൊണ്ട് ഭർത്താവ് നിങ്ങളുടെ വീട്ടിൽ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ദശാംശം കർത്താവിൻ്റെ വേലയ്ക്കായി ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു മാസം പരിശ്രമിച്ചിട്ട് എന്നോട് പറയൂ, നിങ്ങൾ അത്ഭുതം കാണാൻ പോകുകയാണ്. കാര്യപൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു തീരുമാനം ഇന്ന് രാത്രി എടുക്ക്. ഞെരുക്കമുണ്ട്, ഭാരമുണ്ട്, പക്ഷെ കർത്താവിന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. എൻ്റെ സാമ്പത്തിക ഭയങ്ങളെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് മാറ്റുവാൻ കർത്താവിന് വേലയ്ക്ക് കൊടുക്ക്. അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. പുതിയ വഴികൾ ദൈവം തുറക്കാൻ പോകുക. അവൻ കർത്താവിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ദൈവപ്രവൃത്തി വെളിപ്പെടും. നിന്റെ ഭയങ്ങൾ മാറിപ്പോകട്ടെ. ക്രിസ്തു തൻ്റെ മരണത്താൽ മരണഭീതി നമ്മിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഈ രാത്രി മരണഭയം മാറിപ്പോകട്ടെ. അവൻ പേടികൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇല്ലാതെ ആകട്ടെ. ഉറക്കത്തെ ഹനിക്കുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, വികല കാഴ്ചകൾ കാണിക്കുന്ന, സ്വപ്നങ്ങൾ നിന്നെ ഭീതിപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാത്മ പോരാട്ടവും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ സമർപ്പിച്ചോ. നിന്റെ മരണഭയം ഈ രാത്രി മാറിപ്പോകട്ടെ. ഭീതികൾ മാറിപ്പോകട്ടെ. എല്ലാ പേടികളും മാറിപ്പോകട്ടെ. അന്ധകാരത്തിന്റെ എല്ലാ ഭീതികളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അകന്നു പോകട്ടെ. മരണഭയം കർത്താവ് ഈ രാത്രി മാറ്റാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ദൈവമക്കൾക്ക് മാത്രമുള്ള ഒരു ധൈര്യമാണ് ഭാവിയുടെ ധൈര്യം. രാത്രി എനിക്ക് ഉറപ്പുണ്ട്, രാത്രി കുറേ വൈകി ചിലപ്പോൾ 1 മണിക്കെങ്കിലും വീട്ടിൽ ചെല്ലാമെന്ന് കരുതുകയാണ്. ഒരു കരുതലാണ്, ഒരു ആലോചനയാണ്. നടക്കണമെന്ന് നിർബന്ധമില്ല.
പക്ഷെ ഒരു കാര്യം, വീട്ടിലെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഞാൻ എവിടെ പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മനസ്സിലായോ? ഇത് രാത്രി എൻ്റെ ആയുസ് അസ്തമിപ്പിക്കാനും തിരികെ ചേർക്കാനും കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ അതേത് രൂപത്തിൽ വന്നാലും, ആമേൻ, എൻ്റെ അകത്തുള്ള വിലപ്പെട്ട ആത്മാവ് ഇവിടെ കറങ്ങുകയല്ല. അച്ഛന്മാരും മെത്രാന്മാരും എനിക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്യേണ്ട, എൻ്റെ മക്കൾ പൈസ മുടക്കണ്ട, എൻ്റെ ബന്ധുക്കൾ ആൾക്കാരുടെ പിന്നാലെ നടക്കണ്ട, ആളുകളെ പേടിപ്പിക്കാൻ എൻ്റെ ആത്മാവ് മടങ്ങി വരില്ല. 40-ാം ദിവസമോ ആണ്ട് കൂടുമ്പോഴോ ആളുകളുടെ ആഹാരം കഴിക്കാനും മദ്യപാനത്തിനും വേണ്ടി അപ്പൂപ്പൻ മടങ്ങി വരത്തില്ല. പരേതരായ വ്യക്തികളുടെ അകത്തുള്ള ആത്മാവ് ഒന്നെങ്കിൽ നിത്യ സ്വർഗം അല്ലെങ്കിൽ നിത്യ നരകം, അല്ലാതെ മറ്റൊരു സ്ഥലമില്ല. ബസ്ബുർഖാന ഇല്ല, കുട്ടി നരകം ഇല്ല, ഇടത്താവളം ഇല്ല. മരിച്ചവരുടെ ആത്മാക്കൾ നിങ്ങളെ പേടിപ്പിക്കാൻ മടങ്ങി വരില്ല. ഒരു കർമ്മവും ചെയ്യേണ്ട, ഒരു പുരോഹിതനും മെനക്കെടണ്ട, ഒരു കുർബാനയും നടത്തണ്ട. അകത്തുള്ള വിലപ്പെട്ട ആത്മാവിന്റെ അമർത്യത ഇന്ന് രാത്രി ഉറപ്പാക്കുന്നവൻ മരണത്തെ ഭയപ്പെടേണ്ട. കരമടുത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ അകത്തുള്ള അമർത്യമായ ആത്മാവ്, ഈ ശരീരം മണ്ണോട് മണ്ണായി വിലയിച്ച് ദ്രവീഭവിച്ച് ജീർണിച്ച് എലുമ്പുകളായിട്ട് അവശേഷിക്കുന്ന ഒരു ശാരീരിക വ്യവസ്ഥിതി നമുക്കെല്ലാവർക്കുമുണ്ട്. ഏത് മിടുക്കനും ഏത് കരുത്തനും ഏത് വില കൂടിയ തേക്കിന് ശവപ്പെട്ടിയിൽ അമർന്നാലും കാലക്രമത്തിൽ അതെല്ലാം ജീർണിക്കും പ്രിയമുള്ളവരെ. പക്ഷെ മണ്ണോട് മണ്ണാകാത്ത, മർത്യതയോട് മർത്യതയാകാത്ത അമർത്യമായ, അനശ്വരമായ, നിത്യമായ, സ്വർഗീയമായ, വിൺമയമായ ഒരു ശരീരം ധരിക്കുവാൻ ദൈവം നമുക്ക് അവകാശം തരാൻ പോകുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളും വിൺമയമാകാൻ പോകുക. കരങ്ങളെ അടിച്ചെല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. അവൻ വിൺമയം ധാരിക്കും, അമർത്യതയെ പുൽകും, സ്വർഗീയന്മാരായി മാറും. ആ അനുഭവത്തിലേക്ക് ദൈവം ഇന്ന് രാത്രി പലരെയും നയിക്കാൻ പോകുന്നു. മരണഭയം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മരണഭീതികൾ മാറട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. ജീസസ്, ആമേൻ. മൂന്നാമതായിട്ട് 9:14 വാക്യം വായിച്ചു നമ്മൾ അവിടെ അവസാനിപ്പിക്കും. 9:14. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ക്രിസ്തു നമുക്കായി ചെയ്യുന്ന മറ്റൊരു യാഥാർത്ഥ്യം എബ്രായ ലേഖനത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം ആയതുകൊണ്ടാണ് നമ്മുടെ അകത്തും ജീവനുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ ശരീരത്തിന് ഒരു ചലനം വന്നിട്ടുള്ളത് ശരീരത്തിൻ്റെ ശക്തി കൊണ്ടല്ല, അകത്ത് വ്യാപരിക്കുന്ന ദൈവിക ജീവൻ്റെ വ്യാപാരമാണ്. ആമേൻ. പാട്ട് പാടുകയോ കീബോർഡ് വായിക്കുകയോ നിങ്ങൾ അവിടുന്ന് കൈയടിക്കുകയോ ചെയ്യുമ്പോൾ ഇത് ലോകത്തിൻ്റെ ശക്തിയല്ല, ജഡത്തിൻ്റെ ശക്തിയല്ല, ആഹാരത്തിൻ്റെ ശക്തിയല്ല. നമ്മുടെ ബലഹീനമായ മൺകൂരാട്ടത്തിൽ രോഗമുള്ള ശരീരത്തിൽ അനക്കാൻ മേലാതെ കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കുമാറ് ഈ മണ്ണമയ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു വിൺമയ ശക്തി പ്രവാഹമുണ്ട്, ഒരു പ്രഭാവമുണ്ട്, അതുല്യമായ ദൈവകൃപയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ശക്തി, അതാണ് ജീവൻ. ആ ജീവന്റെ തുടിപ്പിലാണ് ഇന്ന് രാത്രി നാം ദൈവത്തെ ആരാധിക്കുക. ആ ജീവന്റെ തുടിപ്പിൽ ദൈവത്തെ ആരാധിക്കുക. കർത്താവ് നമ്മെ ഇന്ന് രാത്രി പ്രാപ്തന്മാരാക്കി തീർക്കുകയാണ്. ആമേൻ. ഞങ്ങളുടെ പഴയ ക്രൈസ്തവ വിഭാഗത്തിൽ പാട്ടെപ്പോഴാണ് പാടുന്ന പോൾ പാസ്റ്റർ? നമ്മൾ പാട്ട് പാടുന്ന എപ്പോഴാണ്? ഒടുവിൽ പാടണ്ടേ നമുക്ക്? ഒടുവിൽ ഞാൻ ഒരു ഓൾട്ടർ കോഡ് കൊടുത്തിട്ട് നമുക്ക് പാടാമേ. അപ്പോൾ എനിക്കങ്ങ് പോവുകയും ചെയ്യാം, പാട്ടിന് ഇടയ്ക്കൂടെ. ഓൾറൈറ്റ്. ഞങ്ങളുടെ പഴയ ഭൂരിപക്ഷ ക്രൈസ്തവത, അതാണ് ഭൂരിപക്ഷം. അവിടെ വാസ്തവം പറഞ്ഞാൽ പള്ളിയിൽ പോകുന്ന കാലത്തെ നിങ്ങൾക്ക് പലർക്കും അറിയില്ലേ, ശരീരം വേർക്കത്തില്ല, ഉടുപ്പ് ചുളിയത്തില്ല, പാൻസ് ഉടയത്തില്ല. പാസ്റ്റർ പോൾ ഞാൻ കാണുന്ന കാലം മുതൽ നല്ല ടിപ്പ് ടോപ്പായി നടക്കുന്ന ആളാണ്.
ഇന്ന് നോക്കൂ, എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, എടുക്കാൻ മറന്നുപോയി. പുള്ളി അന്ന് മുതൽ നന്നായിട്ട് ഷർട്ട് തേച്ച്, നല്ല പാൻസ്, ഷൂസില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല. നല്ല സ്റ്റൈലിലാണ്, വെരി ഗുഡ്. അപ്പം ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പഴയ പള്ളിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്ന് നിൽക്കുക, 1 മണിക്കൂർ കൊല്ലം നിന്ന് 6 ആമേൻ പറഞ്ഞാൽ മതി. നേരെ നിങ്ങൾക്കറിയില്ലേ, വേറെ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട, എല്ലാം പള്ളിയിൽ അച്ഛൻ ചെയ്തോളൂ. നമ്മൾ ആമേൻ, യാക്കോബായ പള്ളി കുറിയേലായിസോ എന്ന് സുറിയാനി പറയും. ശുഭഗോലോ ബോലബ് റൂബൽ റൂഹോ ഖാദീശോ എല്ലാം സുറിയാനിയാണ്. അതാണ് യാക്കോബായ പള്ളിയിൽ പറയുക. കത്തോലിക്ക പള്ളിയിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ആമയും പറയാം, വേറെ ജോലിയൊന്നുമില്ല. അപ്പം നല്ല പോയ ഡ്രസ്സിൽ ഒരു തുള്ളി പോലും വേർക്കാതെ ഇറങ്ങി വന്ന് വൈകിട്ട് അതേ ഡ്രസ്സ് കൊണ്ട് വേണം ഒരു ടീ പാർട്ടിക്ക് പോവാം. നേരെ നല്ല സംവിധാനമാണ്. അതെല്ലാം നമ്മൾ നിർത്തി, ഞങ്ങൾ നിർത്തിവെച്ചു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ഏർപ്പാട് ക്ലോസ് ചെയ്തു. മധ്യസ്ഥന്മാരെ വേണ്ട എന്ന് പറഞ്ഞു, ഇടനിലക്കാർ വേണ്ട എന്ന് വെച്ചു. നേരിട്ട് ധൈര്യത്തോടെ കൃപാസനയുടെ അടുത്ത് ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനാൽ ദൈവം നമ്മെ ഇന്ന് രാത്രി നിറച്ചിരിക്കുകയാ. എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഭയങ്ങൾ മാറി, ഭയങ്ങൾ മാറി. അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ എന്ന് അലറി വിളിക്കുന്ന ആത്മാവിനാൽ ദൈവം നമ്മെ നിറച്ചിരിക്കുന്നു. അതാണ് ആരാധനാ ബന്ധം. ആ ജീവനുള്ള ആരാധനയ്ക്കായി ദൈവം നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ, കൺവെൻഷൻ ആയാലും ചർച്ചിലെ ആരാധന ആയാലും, വിശ്രമിക്കാൻ ആർക്കും വരാൻ വകുപ്പില്ല. അവിടെ കസേരയാണോ പായാണെന്ന് എനിക്കറിയത്തില്ല. വിശ്രമിക്കാനല്ല ആരാധിക്കാൻ വരുന്നത്, അത് വേറെ എവിടെയെങ്കിലും പോകണം. ആരാധിക്കാൻ വരുന്നവർ ശരീരം കൊടുത്ത്, കരുത്ത് കൊടുത്ത്, ശരീര മാംസപേശികളെ വിട്ടുകൊടുത്ത്, ശബ്ദം കൊടുത്ത്, നാവ് ഉയർത്തി, ആദരം തുറന്ന്, ശബ്ദ സംവിധാനങ്ങളെല്ലാം യേശുവിനായി കൊടുത്ത്, ആരോഗ്യം ദൈവം തന്നതായതുകൊണ്ട്, ജീവൻ ദൈവം തന്നതായതുകൊണ്ട്, ജോലി ദൈവം തന്നതായതുകൊണ്ട്, കാശ് ദൈവം തന്നതായതുകൊണ്ട് അത് കർത്താവിന് കൊടുത്ത്, അത് കർത്താവിന് കൊടുത്ത്, അത് കർത്താവിന് കൊടുത്ത്, ജീവന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. അകത്ത് വ്യാപരിക്കുന്ന ജീവൻ, ആ ജീവന്റെ പുതുക്കത്തിൽ ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കേ. ജീവന്റെ ആരാധനയ്ക്കായി യേശു നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രിയരെ. ആരാധനയിൽ ജീവൻ വെളിപ്പെടും. ആരാധനയിൽ ക്ഷീണങ്ങൾ കർത്താവ് മാറ്റും. ആരാധിച്ച് ക്ഷീണിച്ച ആരും ഗ്രൗണ്ട് വിട്ട് ഇന്ന് രാത്രി പോകേണ്ടി വരത്തില്ല. ആരാധിച്ചാൽ ബലം വർദ്ധിക്കും. ആമേൻ. കൈകാലുകൾക്ക് ദൈവം സൗഖ്യം തരും. തൊണ്ടയെ കർത്താവ് ക്ലിയർ ആക്കും. വേദനയുള്ള ഭാഗത്ത് യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കും. ക്ഷീണങ്ങൾ കർത്താവ് മാറ്റാൻ പോകുക. രോഗത്തിന് കെട്ടുകൾ പൊട്ടിക്കാൻ പോകുക. ആരാധിക്കുമ്പോൾ ജീവൻ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഓ ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. എല്ലാവരും ശക്തമായി കർത്താവിനെ ആരാധിക്കുക. ജീവൻ, സമൃദ്ധിയായ ജീവൻ. ഓ ജീവൻ ദൈവത്തെ ആരാധിക്കാൻ, ക്ഷീണന്മാർ ദൈവത്തെ ആരാധിക്കാൻ ഈ രാത്രി എല്ലാവരും സമർപ്പിച്ചു.